എന്ത് കലാപമാണ് അതിൻ്റെ അകത്ത്? എന്ത് കലാപമാണ്? എന്ത് കലാപാഹ്വാനമാണ്? ആ പാട്ട് കണ്ട് കലാപം ഉണ്ടാ, ആ ചിത്രം കണ്ട് ഞാൻ പറയരുത്. അത് തന്നെ പറയാം. അത് അവരുണ്ടാക്കുമല്ലേ, കേസ് ഉണ്ടാക്കുമല്ലേ. ആ കേസ് നിൽക്കൂല, അത് കോടതി എടുത്ത് ചവറ്റോട്ടയിൽ എറിയുന്നു കണ്ടപ്പോഴല്ലേ പിന്നെ നടപടി എടുക്കേണ്ടെന്ന് തീരുമാനിച്ചത്. ഇവർക്കൊക്കെ നിയമോപദേശം കൊടുക്കുന്നവർ ഒരു നല്ല നമസ്കാരം. അതല്ല, ശരിയല്ലല്ലോ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാ. അതൊരു മുതിർന്ന നേതാവല്ലേ, അതിൽ ഞങ്ങളുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമല്ലേ, KPCC ഭാരവാഹിയൊക്കെ ആയിട്ടിരുന്ന ഒരാളല്ലേ, ഒരു മുതിർന്ന ആളെ. എത്ര പേരാണ് ഈ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം ചെയ്യുന്നത്? AI വെച്ചിട്ട്, AI ടൂൾ വെച്ചിട്ട്. ഏറ്റവും കൂടുതൽ CPM ആണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾക്കെതിരായിട്ടുള്ള അധിക്ഷേപം. എല്ലാ ദിവസവും എനിക്കെതിരെ 10 കാർഡ് ഇറങ്ങുന്നത്, 10 കാർഡ്. അത് അവരുടെ സൈബർ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾ ഇവിടെ വന്ന് പറവൂർ വന്ന് പ്രസംഗിച്ചാണ്. ഇയാൾക്കെതിരെ 10 കാർഡ് ഇറക്കും, അത് മുഴുവൻ നിങ്ങൾ പ്രചരിപ്പിച്ചോളണം. പേരൊന്നും പറയണ്ടല്ലേ ആരാ അത് ചെയ്തതെന്ന്. അത് ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തൊക്കെ ചെയ്ത്, ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. ഇവരിറക്കുന്നതൊന്നും അല്ല പ്രശ്നം. അങ്ങനെയല്ല, പോലീസ് അറിയാതെ കേസെടുക്കുക, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയാതെ കേസെടുക്കുക. എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ്. അത് നാണം കെട്ടപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന്. അത് മുഴുവൻ വാർത്തയൊന്നും വന്നിട്ട് അനങ്ങിയില്ലല്ലോ. 48 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി അറിഞ്ഞത് ഇതിൻ്റെ അകത്ത് കേസെടുക്കാൻ പോയെന്ന് പറഞ്ഞ്. ഇപ്പം ഇതിൻ്റെ അകത്ത് എന്തിനാണ് കേസെടുത്ത് ആളെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത്? അങ്ങനെ എത്ര CPM ഇപ്പോൾ ജയിലിലാണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരായിട്ട്. എത്ര ഇന്നിറക്കിയേക്കണേ കാടി ഞാൻ കാണിച്ചത്. രാവിലെ 10 മണിയാകുമ്പോഴേക്കും ഒരു 4-5 ഇറക്കും എനിക്കെതിരെ എല്ലാ ദിവസവും. ഞങ്ങളൊക്കെ അത് കണ്ട് ആസ്വദിക്കും. ഞങ്ങൾക്കൊന്നും ഭയമൊന്നുമില്ല. അതൊന്നും കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ കൂടെ ഇത് വിചാരിക്കുമെന്ന്. എന്തെല്ലാം ഇറക്കുന്നത്? ഞങ്ങളിത് ചെയ്യാൻ പറയും. മുഖ്യമന്ത്രി ആളുടെ കൂടെ നിൽക്കുന്ന പടം ഞങ്ങൾ ഇടാൻ പറയും. അങ്ങനെയൊന്നും ഞങ്ങളെ പേടിപ്പിക്കണ്ട, അങ്ങനെ ഭയപ്പെടുത്തണ്ട. ഞങ്ങളെല്ലാവരും ഇടാൻ പോകും. ആ പടം ഇടാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആളുകൾക്ക് അറിയാൻ പറ്റും ഇത് AI ആണോ അല്ലാത്തതാണോ. എന്തായാലും ഒരു ചിത്രം ഉണ്ടല്ലോ. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് AI വെച്ച് ചെയ്തിരിക്കുന്നതാണോ അല്ലേന്ന്. ഇപ്പോൾ ചിത്രം ഉണ്ടല്ലോ, ചിത്രം സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ. ആ ചിത്രം ഇതും തമ്മിൽ എന്തായാലും വ്യത്യാസം. അടുത്തൊന്നും സംസാരിക്കണില്ല, അടുത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ അവിടെ വെച്ച്. ഞങ്ങളതുകൊണ്ട് മുഖ്യമന്ത്രി സ്വർണ്ണക്കള്ള കേസിൽ പ്രതിയാണ് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ.